അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ മിനയിലാണുള്ളത്. മിനയിലെ നമ്മുടെ കിങ് അബ്ദുള്ള പാലത്തിന് സമീപത്തായിട്ടാണ് 25-ാം നമ്പർ മക്തബിൻ്റെ ടെൻ്റ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ പാലത്തു നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ താഴോട്ടുള്ളൊരു എൻട്രൻസ് ഉണ്ട്. അതിലൂടെ വന്ന് ഒരല്പം നടക്കുമ്പോൾ ഇവിടെ 25-ാം നമ്പർ മക്തബിൻ്റെ ടെൻറ്റിലേക്കുള്ള പ്രവേശന കവാടം കാണാം. ടെൻറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ വിവിധങ്ങളായ ഹൈമകളുണ്ട്. ഇത് എൻട്രൻസിൻ്റെ ഭാഗത്ത് കിച്ചൺ സൗകര്യങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് സ്റ്റാഫിന് താമസിക്കാനുള്ള മുറിയാണ്. അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട എൻട്രൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഓഫീസുണ്ട്. ഓഫീസിൻ്റെ പുറത്ത് ഈ ഹൈമയുടെ ഒരു ലേ ഔട്ട് ഉണ്ട്. ഇതിൽ കാണുന്ന ഈ റോസ് അടയാളത്തിലുള്ളത് സ്ത്രീകളുടെ ടെൻറ്റും നീല അടയാളപ്പെടുത്തിയിരിക്കുന്നത് പുരുഷന്മാരുടെ ടെൻറ്റുമാണ്. മുൻ വർഷങ്ങളിലെ പോലെ പ്രത്യേകം ബിൽഡിംഗ് നമ്പറുകൾ അടയാളപ്പെടുത്തിയിട്ടില്ല. ഇവിടെ B1, B2 ഈ രീതിയിൽ B3, B3, 5, B1 ഈ രീതിയിലൊക്കെയാണ് നമ്പറുകൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയോട് ചോദിച്ചപ്പോൾ ഓരോ ബിൽഡിങ്ങുകാർക്ക് പ്രത്യേകം ഹൈമകളില്ല. വരുന്നവർ കിട്ടുന്ന സ്ഥലത്ത് സീറ്റ് പിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ടെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയ സീറ്റ് ഡോറ് കാണാം. ഇതാണ് നമുക്കിതിലേക്കുള്ള എൻട്രൻസ്. പല ഭാഗങ്ങളിലൂടെ എൻട്രൻസ് ഉണ്ട്. ബെഡുകളൊക്കെ അടുപ്പിച്ചിട്ടുണ്ട്. ഒരു ബെഡുണ്ട്, പിന്നെ ഒരു ചെറിയൊരു കിറ്റ് ഉണ്ട്. ആ കിറ്റിൽ ഒരു കുട, ഒരു വാട്ടർ ബോട്ടിൽ, അതുപോലെ ഒരു തലയണ, ഒരു ബെഡ്ഷീറ്റ്, പിന്നെ ഒരു ബ്ലാങ്കറ്റ് മുതലായവയാണ് നമ്മുടെ ഈ കിറ്റിനകത്തുള്ളത്. ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്ന് തുറക്കുവാനെ. ഒരു ബ്ലാങ്കറ്റ്, ഒരു വാട്ടർ ബോട്ടിൽ, ഒരു കുട, ഒരു ബെഡ്ഷീറ്റ്, ബെഡ് കവർ, ഒരു തലയണ, ഇത്രയുമാണ് കിറ്റിലുള്ളത്. ഇവിടെ നമുക്ക് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, കാരണം സ്പേസ് കുറവാണ്. നമുക്ക് ഹാൻഡ് ബാഗ് നമ്മുടെ ഈ തലയുടെ ഭാഗത്ത് വെച്ചാൽ കിടക്കാൻ ഒരല്പം പ്രയാസം ഉണ്ടാവും, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ നിരത്തി ബെഡ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇടയിൽ ഗ്യാപ്പ് കുറവാണ്, നടക്കുന്നതിനുള്ള ഗ്യാപ്പ് കുറവാണ്. കുറച്ചപ്പുറം കിടക്കും. ഒരാൾക്ക് ഈ രീതിയിൽ മലർന്ന് കിടക്കാനുള്ള സ്ഥലമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മുൻകാലങ്ങളിലെ പോലെ ബിൽഡിംഗ് നമ്പർ എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യാം, പരമാവധി സീറ്റ് പിടിച്ച് നമ്മുടെ ആളുകൾക്കൊക്കെ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് വെക്കുക. ആദ്യം വരുന്നവരെന്ത് ചെയ്യുക, ഇടയിൽ ഗ്യാപ്പ് ഇട്ട് എന്ത് ചെയ്യുക, സീറ്റ് പിടിക്കുക. പരമാവധി നമ്മുടെ മലയാളി ഹാജികൾ ഓരോ ബിൽഡിംഗ് വൈസ് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, അവരവർ കയറി സ്ഥലം പിടിക്കുന്നത് നന്നായിരിക്കും. ഈ രീതിയിലാണ് നമ്മുടെ ടെൻറ്റിൻ്റെ കിടപ്പ് കാണുന്നത്. ഇതിനിടയിൽ മറ വരും, അതിപ്പോൾ ഉയർത്തിയിട്ടിട്ടുണ്ട്. പക്ഷേ അത് മറ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ടെൻറ്റിൻ്റെ കിടപ്പുള്ളത്. ഇവിടെ തൊട്ടടുത്ത് തന്നെയായി പ്രത്യേക ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്. ഇത് കാണാൻ പ്രത്യേക ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്. ശ്രദ്ധിച്ചാൽ മതി. ഇതിന് ടോയ്ലറ്റിലേക്കുള്ള എൻട്രൻസിൻ്റെ ഭാഗം ഇപ്പുറത്തെ ഭാഗത്താണ്. നമ്മളിവിടെ വന്ന് ഈ വഴിയാണ് ടോയ്ലറ്റിലേക്ക് കയറുക. ഇവിടെ വുളു എടുക്കാനും മറ്റുമുള്ള സൗകര്യങ്ങളുണ്ട്. വാഷ് ബേസിനുണ്ട്. അതുപോലെ പുറത്ത് ടോയ്ലറ്റും കുളിക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്തെന്താവും.